ബാംഗ്ലൂർ നഗരത്തിൽ നിന്നും ഒരു 25 കിലോമീറ്റർ ദൂരെയാണ് ബന്നർഘട്ട ബയോളജിക്കൽ പാർക്ക്. നമുക്ക് നഗരത്തിൽ നിന്ന് തന്നെ കർണാടക RTCയുടെ ബസ്സുകൾ ഇവിടേക്ക് ലഭ്യമാണ്. ഏകദേശം ഒരു മണിക്കൂർ സമയം കൊണ്ട് നമുക്ക് ബന്നർഘട്ട ബയോളജിക്കൽ പാർക്കിലേക്ക് എത്താവുന്നതാണ്. ഇവിടെ ചൊവ്വാഴ്ച അവധിയാണ്. ഇവിടെ ക്ലോക്ക് റൂം സൗകര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളെ ലഗേജുകളൊക്കെ ഇവിടെ വെച്ചതിന് ശേഷം നമുക്ക് സഫാരിക്കായി പോകാവുന്നതാണ്. ടിക്കറ്റ് നമുക്ക് ഓൺലൈനായും ഓഫ്ലൈനായും എടുക്കാവുന്നതാണ്. 2-3 കാറ്റഗറി ഉണ്ട്. AC, നോൺ AC, അതേപോലെ ജീപ്പ് സർവീസ്, അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. 350 രൂപയാണ് നോൺ AC ബസ്സിൽ ഒരാൾക്ക് പോകാനുള്ള ചിലവ്. പിന്നെ ജീപ്പ് വിളിക്കുകയാണെങ്കിൽ 6 പേർക്ക് 3500 രൂപയാണ്. ഞങ്ങൾ നേരത്തെ ഓൺലൈനായിട്ട് ടിക്കറ്റ് എടുത്തിരുന്നു. അത് നമുക്ക് പല സ്ലോട്ടുകളിലായിട്ട് ബുക്ക് ചെയ്യാം. 10 മണി 11 മണി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം കർണാടക സ്റ്റേറ്റ് ടൂറിസം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ ഒരു ബസ്സിലാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. ഗ്ലാസിൻ്റെ മുൻപിലൊക്കെ നെറ്റടിച്ചൊരു വണ്ടിയാണ്. പക്ഷെ നമുക്ക് വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ചെറിയ പോക്കറ്റുകൾ അവിടെ നമുക്ക് ഉണ്ടാക്കിയതായി കാണാം. ഇത് വലിയൊരു ഏരിയയാണ്. ബന്നർഘട്ട നാഷണൽ പാർക്കിൻ്റെ ഭാഗമാണ് ഈ സൂവും അതേപോലെ ബയോളജിക്കൽ പാർക്കൊക്കെ. നമ്മളിങ്ങനെ പോകുമ്പോൾ ആദ്യം തന്നെ കാണുന്നത് മാനുകളെയാണ്. ഡ്രൈവർ അവിടെ കുറച്ച് നേരം സ്ലോ ആക്കിയിട്ട് കാണാൻ വേണ്ടി നിർത്തി. പിന്നെ നമ്മളടുത്തായി കണ്ടത് ആനക്കൂട്ടത്തെയാണ്. അവിടെ ഒരു ചെറിയ അരുവി, ഒരു തടാകമൊക്കെ ഉണ്ട്. ഈ ബന്നർഘട്ട നാഷണൽ പാർക്കിൽ സുവർണമുഖി എന്ന് പറയുന്നൊരു സ്ട്രീം ഒഴുകുന്നുണ്ട്. ഈ ബസ് ഇങ്ങനെ പോകുമ്പോൾ ഓരോരോ ടെറിട്ടറിയിലെത്തുമ്പോൾ ഒരു ഗേറ്റ് കടക്കണം. അത് ഓരോ മൃഗങ്ങൾക്കും ഓരോ ടെറിട്ടറിയാണല്ലോ, അത് തുറക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഒരു ഷട്ടർ ഇങ്ങനെ മാറ്റിയതിന് ശേഷമാണ് നമുക്കൊരു ഏരിയയിലേക്ക് കടക്കാൻ പറ്റും. ഓരോ മൃഗത്തിനും ഒരു ഏരിയ ആണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മൾ ബസ്സിലുള്ള ആളുകൾ വളരെ ആകാംക്ഷയോടെ ചുറ്റും ഇങ്ങനെ നോക്കുകയാണ്. നമ്മളിപ്പോൾ കടന്നിരിക്കുന്നത് കരടികളുടെ ഒരു ടെറിട്ടറിയിലേക്കാണ്. പക്ഷേ ഞങ്ങൾക്ക് അങ്ങനെ വണ്ടിയുടെ അടുത്തേക്കൊന്നും കരടികൾ വന്നില്ല. എന്തുകൊണ്ടോ, എല്ലാം ചൂടായതുകൊണ്ടാണെന്ന് അറിയില്ല. എല്ലാം അതിൻ്റെ എന്താ പറയുക, അതിൻ്റെ ഷെൽട്ടറിൻ്റെ ഉള്ളിൽ തന്നെ ഇങ്ങനെ നിൽക്കുകയാണ്. ഞങ്ങൾ സൂം ചെയ്തിട്ടാണ് കുറച്ചെങ്കിലും കണ്ടത്. സാധാരണ റോഡിലേക്കൊക്കെ ഇറങ്ങി വരാറുണ്ടെന്ന് ഡ്രൈവർ പറഞ്ഞു. കുറേ കരടികളുണ്ട്. നമ്മുടെ ഈ ബസ്സിൽ ഗ്രില്ലൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിലും ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു പോക്കറ്റ് പോലെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കാണാം. അതിൻ്റെ പുറത്ത് ഗ്ലാസ്സൊന്നുമില്ല. കൈയൊക്കെ ഇടുമ്പോൾ ശ്രദ്ധിക്കണം, മൃഗങ്ങൾ അടുത്തുണ്ടെങ്കിൽ. നമ്മളിപ്പം വേറൊരു ടെറിട്ടറിയിലേക്ക് കടക്കുകയാണ്. നേരത്തെ കണ്ടതുപോലെ തന്നെ ആ ഗേറ്റ് ഇങ്ങനെ നീങ്ങി പോകുന്നതാണ്. ഇതിപ്പോൾ സിംഹത്തിൻ്റെ ഒരു ടെറിട്ടറിയിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഒരു പെൺസിംഹമാണ്. നമ്മുടെ ബസ് ഇപ്പോൾ ഇവിടെ നിർത്തിയിരിക്കുകയാണ്. ഡ്രൈവർ എല്ലാവരും കാണാൻ വേണ്ടിയിട്ട് കുറച്ച് പുറകോട്ടൊക്കെ വണ്ടി എടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. നമ്മളെ കണ്ടിട്ട് വലിയ ഭാവവ്യത്യാസമൊന്നും ഇല്ലാതെ തന്നെ താഴെ ഇങ്ങനെ മുപ്പരി ഇരിക്കുകയാണ്. അപ്പം എൻ്റെ വിൻഡോൻ്റെ തൊട്ട് താഴെയാണ് ഉള്ളത്. ഓരോ ആൺസിംഹം ഇവിടെ വിശ്രമിക്കുന്നുണ്ട്, സടയൊക്കെയുള്ള. ആദ്യം നമ്മളെ മൈൻഡ് ചെയ്തില്ല. പിന്നെ സൗണ്ടൊക്കെ കേട്ടപ്പോൾ ഇങ്ങോട്ട് തിരിഞ്ഞ് നോക്കുന്നുണ്ട്. അതിനിടയിൽ വേറൊരു സിംഹം നമ്മൾ ബസ്സിൻ്റെ അടുത്തൂടെ ഇങ്ങനെ പോകുന്നുണ്ട്. പക്ഷേ ആ പുറകുന്നൊരു വാഹനം വന്നതിനാൽ തിരിച്ച് ഇല്ലിക്കാട്ടിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ പോവുകയാണ്. അത് അവിടെ ഒരു ചെറിയൊരു പൊയ്കയുണ്ട് വെള്ളത്തിൻ്റെ. അപ്പോൾ അതിൽ വെള്ളം കുടിക്കുകയാണ്. കുറച്ച് ദൂരെ അതിന് വേറെ ഒരു കടുവ ഇങ്ങനെ റോഡിലൂടെ നടന്നു വന്നു. പക്ഷെ നമ്മൾ വാഹനം കണ്ടപ്പോൾ സൈഡിലേക്ക് ഇറങ്ങിപ്പോയി. ഒരു കൂസലില്ലാതെ അങ്ങനെ പോവാണ്. വണ്ടി പിന്നെ കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ ഒരു വെള്ളക്കടുവയാണ്. അതിൻ്റെ അപ്പുറത്ത് 2 കടുവകളുണ്ട് കൂട്ടിൽ. പക്ഷേ വെള്ളക്കടുവ പുറത്താണ്. അതെന്തൊക്കെയോ ഒരു കലഹത്തിലാണുള്ളത്. കുറേ നേരം അവർ തമ്മിൽ എന്തൊക്കെയൊരു എന്താണെന്ന് മനസ്സിലാകുന്നില്ല. സ്നേഹമാണോ അടിയാണോ എന്നുള്ള അറിയില്ല. കുറച്ച് നേരം കാണാൻ വേണ്ടി ഡ്രൈവർ നമുക്ക് അവിടെ വണ്ടി ഇങ്ങനെ നിർത്തി തന്നിരുന്നു. ഇത് കഴിഞ്ഞ് ഞങ്ങൾ ബട്ടർഫ്ലൈ പാർക്കിൻ്റെ അടുത്തേക്കാണ് പിന്നെ പോയത്. അതിൽ ഞങ്ങൾക്ക് ടിക്കറ്റ് എടുക്കാത്തത് കൊണ്ട് അങ്ങോട്ട് ഞങ്ങൾ കയറിയില്ല. പിന്നെ കുറച്ച് നേരം അവിടെ സൂ ഉണ്ടായിരുന്നു. സൂവിൽ നമ്മൾ സാധാരണ കാണുന്ന കുറച്ച് മൃഗങ്ങൾ, സീബ്രയുണ്ട്, ജിറാഫ്. പക്ഷേ നമ്മുടെ അടുത്തേക്കൊന്നും വരുന്നില്ല.
ഇത് സൂവിലുള്ള ടൈഗറാണ്. അവിടെ വിശ്രമത്തിലാണ്. 2 കടുവകൾ അവിടെ വിശ്രമിക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ക്യാമ്പസിൽ തന്നെ ബോട്ടിംഗ് ഉണ്ട്. ഇതിന് പ്രത്യേക പൈസ കൊടുക്കണം. നീർക്കുതിരകളാണ്, ഹിപ്പോപ്പൊട്ടാമസ്. ഇതൊക്കെ സൂവിൻ്റെ ഭാഗമാണ്. ഇത് കുറച്ച് ആനക്കുട്ടികളാണ്, ആനക്കുട്ടിയുടെ കൗതുകം. ഇത് സൂവിൻ്റെ ഭാഗമാണ്. നമ്മൾ നേരത്തെ കണ്ട പോലെ കാട്ടിൽ വിഹരിക്കുന്ന ഇതല്ല, ഇതൊക്കെ കെട്ടിയിട്ടുണ്ട് വലിയ. ഇത് പുലികളാണ്, പുള്ളിപ്പുലികൾ. ഇതും സൂവിൻ്റെ ഭാഗമാണ്. അതിൻ്റെ ഉള്ളിൽ ആണ്, നമുക്കങ്ങനെ പുറത്തുനിന്ന് ഇങ്ങനെ കാണാമെന്ന് മാത്രമേ ഉള്ളൂ. ഇത് നമ്മൾ സഫാരീൻ്റെ വാഹനത്തിൽ നിന്ന് ഇറങ്ങിയ ശേഷം കണ്ട കാഴ്ചകളാണ്. ഈ സഫാരിയും സൂവും ബട്ടർഫ്ലൈ പാർക്കൊക്കെ കൂട്ടിയിട്ട് ഒരു 1-2 മണിക്കൂർ ഇവിടെ ചിലവഴിക്കാനുള്ള കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. അതേപോലെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഭക്ഷണമൊക്കെ കഴിക്കാനുള്ള റെസ്റ്റോറൻറ്റുകളൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഒരുക്കിയിട്ടുണ്ട്. വേണമെങ്കിൽ പുറത്തുനിന്ന് ഭക്ഷണം കൊണ്ടുവന്നിട്ട് കഴിക്കുക.